നിങ്ങളെ ഇഷ്ടപ്പെട്ടവർ തന്നെ നിങ്ങളെ വെറുക്കുന്നെങ്കിൽ അതിന് ഒരു കാരണമേ ഉള്ളൂ. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇടയിൽ കിട്ടുന്ന ഇഷ്ടങ്ങൾ, സ്ഥാനങ്ങൾ അവർക്ക് ലഭിക്കാത്തതുകൊണ്ട്. അതിന് ഒരിക്കലും അവർ ശ്രമിക്കാത്തത് കൊണ്ടാണ് തനിക്കും അത് ലഭിക്കാത്തത് എന്ന് ഈ കൂട്ടർ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. മനസ്സിൽ മറ്റാരും അറിയാതെ ഒത്തിരി ഈഗോ സൂക്ഷിക്കുന്നവർക്ക് പുറമേ ഒരാളെ അവർ അംഗീകരിച്ചാലും മനസ്സുകൊണ്ട് അവരെ അംഗീകരിക്കാൻ കഴിയില്ല. ഈ കൂട്ടർക്ക് തന്നെ എപ്പോഴും എല്ലാവരും ബഹുമാനിക്കണം, മറ്റുള്ളവർ എല്ലാത്തിനും തൻ്റെ കൂടെ എപ്പോഴും നിൽക്കണം എന്നേ ചിന്തിക്കുന്നുള്ളൂ. മറിച്ച് അപ്പുറത്തുള്ളയാളുടെ അവസ്ഥയും സാഹചര്യവും ഒരിക്കലും മനസ്സിലാക്കാൻ ഈ കൂട്ടർ ശ്രമിക്കില്ല. അതുകൊണ്ട് തന്നെ നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി തനിക്ക് എത്ര ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ കൂടി സ്വന്തം ഇഷ്ടങ്ങൾക്ക് കൂടെ നിന്നില്ലെങ്കിൽ ഇവർ നിങ്ങളെ വെറുക്കുന്നു. ഇത്തരം ആളുകൾ നിങ്ങളിൽ നിന്നും അകന്നാൽ നിങ്ങൾ അതുവരെ ചെയ്ത ഒരു സഹായങ്ങൾക്കും അവർ നിങ്ങൾക്ക് വില തരില്ല, നന്ദി കാണില്ല. അടുത്തിട്ട് നിസ്സാര കാരണത്തിന് അകലുന്ന ഇത്തരം കൂട്ടുകാർ നിങ്ങളുടെ ചുറ്റിനും ഉണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക, അവർ നിങ്ങളോടെന്നല്ല അവരോട് സഹകരിക്കുന്ന എല്ലാ ആളുകളോടും എത്ര അടുത്താലും അവസാനം നിങ്ങളോട് പെരുമാറിയ പോലെ തന്നെ ആയിരിക്കും അവരോടും പെരുമാറുന്നത്. അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. മറ്റുള്ളവരുടെ ഇടയിലുള്ള നിങ്ങളുടെ ആ ഒരു ഇമേജ് അവർക്ക് എത്ര ശ്രമിച്ചിട്ടും നേടാൻ കഴിയുന്നില്ല. ഇതൊക്കെയാണ് അവരെ നിങ്ങളിൽ നിന്നും അകറ്റുന്ന അവർ കണ്ടെത്തുന്ന അസൂയ നിറഞ്ഞ കാരണങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു മാറി നിൽക്കാൻ ഈ കൂട്ടർ ശ്രമിക്കും. എന്നാൽ നിങ്ങളുടെ നീക്കങ്ങളെ എപ്പോഴും ശ്രദ്ധിച്ച് അസൂയപ്പെട്ടുകൊണ്ടുമിരിക്കും. മനസ്സിലാക്കുക, ആരോട് ഇഷ്ടം കൂടിയാലും അംഗീകരിച്ചാലും നമ്മൾ നമ്മളായിരിക്കുക. മറ്റുള്ളവരുടെ അംഗീകരിക്കേണ്ടുന്ന കാര്യങ്ങൾ മാത്രം അംഗീകരിക്കുക. എപ്പോഴും അംഗീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരെ ആവശ്യമില്ലാതെ അംഗീകരിക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. കാരണം അംഗീകാരം പിടിച്ചു വാങ്ങേണ്ടുന്ന ഒന്നല്ലാത്തതുകൊണ്ട്. മറ്റുള്ളവരെ ബഹുമാനിച്ചിട്ട് തിരിച്ച് അത് നേടാൻ ശ്രമിക്കുക. ഒരാൾ നമ്മൾക്കിടുന്ന വില നോക്കേണ്ടുന്ന ആവശ്യമില്ല നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന്. കാരണം നമ്മളുടെ വില നമ്മൾക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട്. നിങ്ങളുടെ സ്വന്തം മൗനസഞ്ചാരി.